150 വർഷങ്ങൾക്ക് മുമ്പാ അന്നിവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പ്രതാപശാലിയായ ഒരു കണ്ട്രാക്ക് ഉണ്ടായിരുന്നു, ശങ്കരം മേശ്ശേരി. ആ കണ്ട്രാക്ക് തഞ്ചാവൂരിന്നൊരു പാണ്ഡ്യക്കാരിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. പൊന്നമ്മ എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. ഒരു ദിവസം 2 ആളിന്റെ പണി ചെയ്യുകയും അതോടൊപ്പം പണി സൈറ്റിൽ നൃത്തവും അവള് ചെയ്തിരുന്നു. ഈ തമിഴത്തി ഇതേ പണി സൈറ്റിലെ തന്നെ മൈക്കാടും സിനിമാറ്റിക് ഡാൻസുകാരനുമായ രാമദാസനുമായി പ്രണയത്തിലായി. കണ്ട്രാക്ക് എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് രാത്രി കണ്ട്രാക്ക് ഈ പൊന്നമ്മയെ പണി സൈറ്റിലിട്ട് മുഴക്കോലുകൊണ്ട് അടിച്ചു കൊന്നു. ആ കൊള്ള ഇപ്പോഴാണോ വരുന്നേ? വെള്ളം 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 ദാഹിച്ച് ചാകാൻ തുടങ്ങി വെള്ളം ചോദിച്ചപ്പോ കട ഡാൻസ് കളിക്കുക. ഞാൻ ചോദിച്ചാന്നോ? പിന്നെന്താ കാണിക്കുക? കഥയിലെ കാര്യം ചോദിച്ചാ പണത്തിക്കാർ പിടിക്കാതെ. എങ്ങനെയാ വന്നേ? എങ്ങനാ വന്നേന്ന് ചോദിച്ചാലേ, ഞാൻ ആദ്യം വന്നത് നേരെ ഞാൻ അമേരിക്കയിൽ നിന്ന് ഞാൻ മദ്രാസിലിറങ്ങി. മദ്രാസിൽ നിന്ന് നേരെ അതാരത് അതിവിടെ തൂക്കാൻ വരുന്ന കൊച്ചാ. അവിടെ നേരെ ഞാൻ വീണ്ടും ഓട്ടോ കയറി കൊല്ലത്ത് വന്നു. കൊല്ലത്ത് അതാരാ? അതാ തൂക്കാൻ വന്ന കൊച്ചിന് തള്ളയാ. അത് വിട്. അവിടെ നേരെ വീണ്ടും ഞാൻ ഓട്ടോ കയറി ഞാൻ ഇങ്ങനെ കോഴിക്കോട് വന്നങ്ങ് നിന്ന്. കൊള്ളാം. ഇത്രയും താമസിക്കാനുള്ള കാര്യം പറ. ഞാൻ സന്ധ്യ മയങ്ങുന്ന ഒന്ന് കാണാൻ നിന്നതാ. നട്ടിച്ചോ നേരത്തോ? നട്ടിച്ച ആ സന്ധ്യ അല്ല, ഇതേ ഒരു പേഷ്യന്റ് സന്ധ്യ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവക്ക് മയങ്ങാനുള്ള മരുന്നും കൊടുത്തു. അവളൊന്ന് മയങ്ങുന്ന കാണാൻ നിന്നതാ. എഴുന്നേറ്റ് എന്തോ ഒരു പിടിവില്ല. നേരത്തെ വരണ്ടേ? ഞാൻ എത്ര സത്യം പറഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയില്ലെന്ന്. നിങ്ങൾ എവിടെ പോയായിരുന്നു? ഇവിടെ കുടുംബക്ഷേത്രത്തിൽ കസ്റ്റഡി വെച്ചിരിക്കുവായിരുന്നു. കസ്റ്റഡി വെച്ചിരിക്കുവായിരുന്നു. കച്ചേരി വെച്ചിരിക്കുവായിരുന്നു. കച്ചേരിയോ? അത് കണ്ടോണ്ട് ഇതൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. അത് ശരി. സത്യം പറഞ്ഞ് ഞാൻ എന്തിനായി വിളിച്ചെന്നറിയാവോ? ഇല്ല. ഞാൻ എന്തിനാ സത്യം പറഞ്ഞ് വിളിച്ചേ? തലവേദന എടുക്കുന്നതിനോ? അല്ല. വയറ്റ് വേദന എടുക്കുന്നോ? അല്ല. എന്തിനാന്നോ എന്തോ. എന്താ വന്ന ആ കൈ തണുക്കുന്നോ? എന്തുവായിരുന്നു? അയ്യോ, ഞാൻ പറയാൻ കാരണല്ലേ, ഈ അയലോക്കത്ത് ഗിരിജ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ഞങ്ങളൊരു ബന്ധുക്കാരി കൊച്ചു തന്നെ. ആയിക്കോട്ടെ. ഒരു സമയമാകുമ്പോൾ ഇവളുടെ ദേഹത്ത് അങ്ങ് വാത കയറും. വാത കയറി കഴിഞ്ഞാൽ കാണുന്ന സാധനം മൊത്തം ഇട്ടങ്ങ് കത്തിക്കും. കത്തിക്കുന്ന മാത്രമാണോ, ഓരോന്നിടത്ത് എറിഞ്ഞു പൊട്ടിക്കും. എന്റെ തലയ്ക്കും കിട്ടിയ ഒരു ഏറ്. അറിയാമോ? എങ്ങനെയെങ്കിലും ഈ വാതയൊന്നും മാറ്റണം. ചിലങ്ങളുടെ ശബ്ദവും അതുപോലെ എന്തെങ്കിലും. തെക്കിനിക്കകത്ത് പാട്ടും കുത്തുവാ. എന്തോ ടെക്നിക്കല്ല, തെക്കിനിക്കകത്ത് പാട്ടുമേളോ. ഞാൻ കയറിപ്പോതിൽ എനിക്ക് പേടിയാ. പേടി പോകരുത്. പാനുമതി അടക്കി കയറിപ്പോവും. അത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം. അത് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. കോഴിക്കോട് വന്ന കാര്യം പറഞ്ഞപ്പോഴാ ഒടിയൻ കൊച്ചാൽ ഇഷ്ടമുള്ള പലഹാരം ഹലുവ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നു. വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലയോ? കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം. എന്താ കാണിച്ചാ? ഞാൻ പറഞ്ഞില്ലേ ഗിരിജയുടെ പണിയായത്. എന്റെ പാസ്പോർട്ട് ഗാമ വരെ കത്തിച്ചു. പാസ്പോർട്ട് വരെ കത്തിച്ചിട്ടിരിക്കുക. ഇതേ തവനായാലും പൂട്ടും വന്നപ്പോ കള്ളത്തിൽ കൊണ്ടുപോയി ഞാൻ പൂട്ടും. അവനല്ല, അവളാ ഇത് ചെയ്യുന്നേ. കുഴപ്പമില്ല. എങ്ങനെ ഇതിനാ ഞാൻ പണി കൊടുത്തോളാം കേട്ടോ. ഇതിനാ ഞാൻ വിളിച്ചു. ഏതവനായാലും ഞാൻ പണി കൊടുക്കും. ഒരു കാര്യം ചെയ്യ്, എനിക്ക് ആദ്യം ഒന്ന് ഫ്രഷ് ആകണം. കുളം ഉണ്ടോ? കുളം ഈ വീട് മൊത്തം ഭാനുമതി കുളമാക്കി വെച്ചേക്കും. എനിക്കൊന്ന് മുങ്ങി കുളിക്കാൻ കുളം ഉണ്ടോ? അപ്പുറത്ത് പുഴയുണ്ട്. ഉണ്ടോ? എങ്കിൽ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. പോയിട്ട് വാ. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കി പിടിക്കാം. ആളെ പിടിക്കാം. എന്തുവാടി? ആ തെക്കിനിയുടെ താക്കോൽ ആരാ എടുത്തേ? എന്റെ മണ്ടേ കൊണ്ടുവെക്ക്. എന്റെ മണ്ടല്ല, അതിന്റെ അകത്ത് ആ സോമന്റെ ഒക്കെ പട്ടി കയറി പറ്റി കിടക്കും. അതൊക്കെ ഇപ്പൊ മാറ്റിക്കളയും. അത് ആരെന്നാലും ഈ തെക്കിന് തുറന്നിട്ട് ഞാനത് ചോദിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞാൻ ചായ കുടിച്ചാട്ടെ. പിന്നെ ഞാനൊരു കാര്യം ഞാൻ പറയാം. ആ ഗിരിജയുടെ കാര്യം ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ഇന്നലെ അവൾ ആ റബ്ബർ തോട്ടത്തിനകത്ത് തീയിട്ടു. എന്നിട്ട് ഉള്ളുറപ്പ് പെണ്ണുങ്ങൾ കൊട്ടയും പട്ടിയാലും അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതെല്ലാം അങ്ങ് തല്ലി ചതച്ചു. രാത്രി 12 മണിയായപ്പം ജനലിൻ്റെ അകത്തൂടെ കമ്പിട്ട് കുത്തുന്നു. അവളതിന് കണ്ണി കുത്തിയത്? അവളായിരിക്കും. എന്നിട്ട് എന്തിനാന്നറിയാമോ? അവിടെ ഭിത്തിയിൽ ഒരു ടൈം പീസ് വെച്ചിട്ടില്ലയോ,
അത് കുത്തിപ്പൊട്ടിക്കുമായിരുന്നു ഇവിടെ പരിപാടി. അതെല്ലാം ഇന്നുകൊണ്ട് മാറും. ആ. ജോണിക്കുട്ടി വന്നിട്ടുണ്ട്. നീ അത് കോഴിക്കുട്ടിയോ? കോഴിക്കുട്ടി അല്ല, ജോണിക്കുട്ടി. ആ. ജോണിക്കുട്ടി വന്നിട്ടുണ്ട്. എന്റെ കൂടെ പഠിച്ചിയാ. ആഹാ. ബാധ ചേർക്കാൻ വേണ്ടി ഞാൻ വിളിച്ച് വരുത്തിയതാ. ആ. ഒരു കാര്യം ചെയ്യണം. ഉം. അവന് സ്പെഷ്യൽ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. സ്പെഷ്യലായിട്ട് എന്തോ കൊടുക്കാനാ? നിങ്ങളൊരു ഉണ്ട് ഇവിടെ പണിക്ക് പോകുന്നുണ്ടോ? ഞാൻ രാവിലെ കവലേ പോയില്ലയോ? ആ. കവലേ പോയപ്പോ 35 കാര്യ അവിടെ പീസ് ആക്കിയിട്ട് വിൽക്കുന്ന ഞാൻ കണ്ട്. അതൊരു പീസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കറി വെച്ച് കൊടുത്താൽ മതി. എന്റെ ദൈവം തമ്പുരാന്റെ മനുഷ്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വന്നിരിക്കുന്നത് നരഭോജിയാണോ? ആന്തോണി, നിങ്ങൾ ഈ അവിടെ ഇലന്തൂര് നടന്ന സംഭവം ഒന്നും അറിയാതിരിക്കുവാന്നോ? ഈ കാരി മീനില്ലയോ? കാരി മീൻ. ആ. അത് 35 കാരി മീനെ പീസാക്കി വിൽക്കുന്ന ഒരു പീസ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന്. അതാണ് അത് കൊടുത്താൽ ഞാൻ- മതി. ആ. പുളി ഇട്ട വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാ. മിണി പുളിക്കും. പുളിക്കട്ടെ. പുളിക്കും അങ്ങനെ ഇട്ട് കൊടുക്കും. മുളക് ഇട്ട് വാങ്ങി കൊടുക്കും. വേണമെങ്കിൽ ഞങ്ങൾക്ക് നിന്നാ മതി. പിന്നെ മുറുക്കാൻ തന്നില്ലല്ലോ. ഞാനത് പറഞ്ഞ് പുളിയും കൊച്ചാട്ടാ, ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഞാനിവിടെ നോക്കത്തില്ല. അവൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയാലും ഗിരിജയുടെ ദേഹത്തുനിന്ന് ഈ കുന്തത്തിനെ അങ്ങ് അടിച്ചു മാറ്റണം. ഞാൻ ചെയ്യാം. നീ പോയേ. ആ ടോണിക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാണ്. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. പൊടിയൻസേ, പൊടിയൻ കൊച്ചാട്ടാ, പൊടിയൻ കൊച്ചാട്ടാ. എന്തോ പണിയായി കാണിച്ചത്. അവളെനിക്ക് കൊണ്ടുവന്നാണ് മുറുക്കൻ തട്ടിക്കളഞ്ഞു. അതിനകത്ത് ഓവറായിട്ട് ചുണ്ണാമ്പ് കയറ്റി വെച്ചേക്കായിരുന്നു. ആണോ? അണ്ണാക്ക് വള്ളി നിങ്ങൾ ചത്തേന്. അവൾ അങ്ങനെ കാണിക്കുന്നതല്ലോ. അവൾ അങ്ങനെ കാണിക്കുന്നതല്ല. ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ആ. ഇവിടെ കിടന്ന് തന്നെത്താൻ അടിക്കുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യരുത്. എന്തോ കാര്യം പറ. ഈ ബാഗ് കത്തിച്ചപ്പോഴേ എനിക്ക് ആളെ കിട്ടി. ആരാ? വിഷമിക്കരുത്. ഇല്ല. പൊടിയൻ കൊച്ചാട്ടന്റെ ഭാനുമതിയാണ് നമ്മളാ പറഞ്ഞ ചിത്തൻ ആലപ്പുഴ. ചിത്രകലപ്പുഴയോ? ചിത്തനോക്കി. എന്റെ ഭാനുമതിയോ? ആ. എന്റെ ഭാനുമതിയോ? ആന്നു ആന്നു ആന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചാലേ, ആ. അർദ്ധരാത്രിയിൽ പൊന്നമ്മയായി മാറുന്ന തന്റെ ഭാനുമതി അമ്മ താങ്കളുടെ ഉറക്കത്തിന്റെ അളവ് വരെ പഠിച്ചിരിക്കുന്നു. യോ. എപ്പോ എഴുന്നേക്കും, എത്ര പ്രാവശ്യം ഉള്ളാൻ പോകും, ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ഒരു വളച്ചിലും നടക്കത്തില്ല. രണ്ടാമത്, ആ. ഒരു നൃത്തവും പഠിക്കാത്ത ഭാനുമതി അമ്മ സിനിമാറ്റിക് ഡാൻസ് അറിഞ്ഞു കേട്ടുന്നു. മനസ്സിലായോ? പോരാഞ്ഞ് പകൽ സമയങ്ങളിൽ പൊടിയൻ കൊച്ചാട്ടന്റെ കൂടെ നടന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വേണ്ടാധീനമെല്ലാം കാണിക്കുന്നു. ഇവളോ? റബ്ബർ തോട്ടത്തിൽ തീയിടുക, സിമിന്റിയാക്ക് മറിച്ചു വെക്കുക, സിമിന്റ് ചട്ടി മറിച്ചു വെക്കുക, ജനൽദാസ് തല്ലിപ്പൊട്ടിക്കുക, സകല പരിപാടിയും ചെയ്യുന്നുണ്ട്. എന്റെ ഭാനുമതിയോ? തന്നെ ഭാനുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ നമുക്ക് ഭാനുമതി അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ എനിക്ക് ഈ ചികിത്സ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ. എനിക്ക് ഭാനുമതി അമ്മയുടെ ബാല്യം അറിയണമായിരുന്നു. അതിന് ഞാനും രാധാകൃഷ്ണൻ കൊച്ചാറിന്റെ കോഴിക്കോട്ടിലെ ആ. രാധാകൃഷ്ണൻ കൊച്ചാറിനും കൂടെ ഒരു പന്ന സൈക്കിൾ എടുത്തോണ്ട് നേരെ അങ്ങ് പോയി. എങ്ങോട്ട് പോയി? തളിപ്പറമ്പ്. അവിടെ ചെന്നിട്ട് അവിടെ ചെന്നപ്പോ ഒരു കൊച്ചു ഗ്രാമം. ആ. ആ ഗ്രാമത്തിന്റെ അവിടെ ഒരു കൊച്ചു വീട്. ഏകദേശം ഇത്രേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്രേ ഉണ്ട്, ഇത്രയും ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇത്രയും ഇല്ല. ഇതിലേതിനെ ഒന്ന് ചോദിക്കും. ഇത്രയുണ്ടോ? ഇത്രേ ഇല്ല. അത് ഇപ്പം പറഞ്ഞേ. അതോടൊന്ന് പറയാ ഇടയ്ക്ക്. അപ്പൊ ഇതിന് അവിടെ ചെന്നപ്പോ ഈ കൊച്ചിന്റെ വലിയതള്ള എടാ മടി കിടക്കുക. ഈ ഭാനുമതി എന്ന് പറഞ്ഞ ആരെ? ഭാനുമതി, നിങ്ങളുടെ ഭാനുമതി ചെറുപ്പത്തിലെ കാര്യം. തെറ്റിദ്ധരിച്ചു വേറെ. മടി കിടക്കുക. ആ. വലിയതള്ളയുടെ മടി കിടന്നുണ്ട്. ആ. പഴയ നാടൻ പാട്ടുകളും പഴംപുരാണോ, അതുപോലെ തന്നെ ഏഷണി, കുശുമ്പ് ഇതെല്ലാം കൂടെ പഠിച്ച് ഈ കൊച്ചി ഇത് കണ്ടങ്ങ് വളർന്നു. ഈ സ്വഭാവം മൊത്തം ഉണ്ട് അവൾക്ക് ഇപ്പോഴും. ഉണ്ടോ? ആ. അതും പോരാഞ്ഞ് കുടുംബ പ്രാരാബ്ധം നികത്താനായിട്ട് കൊച്ചിന്റെ തന്തയും തള്ളയും കൂടെ ബോംബെയിൽ ഒരു പാലത്തിന്റെ പണി പിടിച്ചു. കേരളത്തില്ലാത്തുണ്ടോ? അപ്പോൾ കേരളത്തിൽ കടം വരുത്തി വെച്ചിരിക്കുക. അത് പറ. ബോംബെയിൽ ഈ പാലത്തിന്റെ പണി പിടിച്ചിട്ട് ലാഭം നോക്കി പോയതാ. കൊച്ചിനെ വേരോട് അങ്ങോട്ട് പറിക്കാൻ നോക്കി. കൊച്ചു മാനസികമായിട്ട് തളർന്നു. ഭാനുമതി തളർന്നു. ഓ. ശരിക്കും തളർന്നു. അങ്ങനെ ഈ കൊച്ച് ആരെയോ നോക്കി ആ വഴിയില് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. ആരും വന്നില്ല. വരുവാനില്ല ആരുമിന്നൊരു നാളുമേക്കറിയാം അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. എന്നിട്ട് ഒരു ദിവസം ഞാൻ ഓർത്തു, എന്നാ ഈ കൊച്ചിനെ അങ്ങനെയാണ് ഇവിടെ വന്ന് ഈ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നത്. മനസ്സിലായി? അന്ന് തുടങ്ങിയ അസുഖങ്ങളായത്. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ വിശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം മേൽപ്പാലം വരുമ്പോൾ ശരിയാകും. മേൽപ്പാലം അല്ലല്ലോ, മേപ്പാടം വരുമ്പോ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഭാനുമതിയെ വളരെ ശ്രദ്ധിച്ചോണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ ഭാനുമതിയെ നോക്കട്ടെ. ചടേന്ന് വിട്ടോ, ഒന്നും നോക്കണ്ട കേട്ടോ. ഓരോ ബാധ കയറി കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ അടിച്ച് ഞാൻ ഒതുക്കുകയല്ലേ. പൂജ ചെയ്ത് ഞാൻ വശത്താക്കി കളയും. ആഹാ ഭാനുമതിയമ്മേ,
ആ ഭാനുമതി ചായ നേരത്തെ ഞാൻ കൊണ്ടുവന്ന് വെച്ചോ. പിന്നെ എനിക്ക് അത്രയും ഭാഗം എളുപ്പമുണ്ടായിരുന്നു. ചായ അവിടെ ഇരിക്കട്ടെ. ചായ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലയോ എനിക്ക് പിന്നെ നമ്മുടെ ആ പെണ്ണുണ്ടല്ലോ മറ്റേ കൊച്ചു ഗിരിജ അവക്ക് മുറുക്കാൻ വാങ്ങിക്കുന്ന കാര്യം എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോയേ പറ്റുള്ളൂ. അതൊക്കെ വിടാം. അതിന് മുമ്പായിട്ടേ എനിക്ക് ആ പൊന്നമ്മയുടെ മുറിയിൽ ഒന്ന് കയറി പണി സാധനം ഒന്ന് കാണണം. ആഹാ വലിയ നിർബന്ധമാണോ? എനിക്കത് കണ്ടേ പറ്റുള്ളൂ. ആഹാ അത് ശരി. കൈ വിടാൻ എന്താ ഇത് പൊടിയും കൊച്ചാണ്ടങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി എന്തുവാ? അതുകൊണ്ടാണ് പറഞ്ഞത്. വീട്ടിൽ കയറി വന്നിട്ട് തോന്നി മാസം കാണി. എന്നെ ആ മുറി ഒന്ന് കാണിച്ചാ മതി. മുറി ഒന്ന് കാണിക്കണോ? ഇങ്ങ് വാ. അത് ശരി. മുറി ഞാൻ കാണിക്കാം. ഇങ്ങോട്ട് വന്നാട്ടെ. മുറി ഇതാണോ? എന്റെ പൊന്നോ, ആ കൺട്രാക്ടിനെ സമ്മതിക്കണം. ഇവിടെ ആ തമിഴത്തി പൊന്നമ്മ ആണോ? എന്തോ ബോഡി ഷെയ്മോ? ബോഡി ഷെയ്മോ? എന്തോ ബോഡി ചെയ്ത് എനിക്കറിയത്തില്ല. ഈ ഒരുത്തി വന്നോടുകൂടിയ 150 വർഷമായി. അന്ന് വന്നോടുകൂടിയ നമ്മുടെ കൺട്രാക്ടിന്റെ ഊപ്പാട് വരുമായിരുന്നു. ഇതുപോലെ നിൽക്കുവോ? ഇതുപോലൊക്കെ നിൽക്കുവോ? ഇതുപോലെ ഞാൻ ഇതുപോലെ നിന്ന് നോക്കട്ടെ. അടിപൊളി. ഇതൊക്കെ എന്തുവാണ് ഈ മുറിയിൽ? ഇതൊക്കെ കാണാം. ഇതൊക്കെ 150 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള എവിടെ പണി സാധനങ്ങളാ ഇതോ? അതായത് ഡാൻസ് കളിക്കില്ലയോ? ഇവള് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നല്ല. ഇവൻ ഒരു മൈക്കാട് പണിക്കാരൻ വന്നില്ലേ, അവന്റെ കൂടെ പോയി മുഴക്കോല് വെച്ചാ തല്ലിക്കൊന്നത്. ഇവിടെ പണി സാധനങ്ങളാ. ഇത് മുഴക്കോല്, ഇത് പിന്നെ ടേപ്പ്, ചുറ്റിക, പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ തൂക്കകട്ട. എന്തേ തൂക്കകട്ട? ഇതാണോ? ഈ തൂക്കോട്ട പൊന്നമ്മയുടെ തൂക്കോട്ട. ഇത് എവിടുന്ന് കിട്ടി? ഇത് 150 വർഷം പഴക്കോ? ഇത് 150 വർഷം പഴക്കമുള്ള 2 വർഷം പഴക്കേ ഉള്ളൂ. 150 വർഷം 2 വർഷത്തെ പഴക്കേ ഉള്ളൂ. എന്നോട് തർക്കിക്കരുത്. 150 വർഷം എന്നോട് തർക്കിക്കാൻ നിൽക്കല്ല. ഇത് 150 വർഷം പഴക്കമില്ല. എന്നോട് തർക്കിക്കരുതെന്നാ പറഞ്ഞത്. തർക്കിക്കും. ഞാനാണ് തർക്കിച്ചത്. നിങ്ങൾ തർക്കിച്ചേ? ഞാനാ തർക്കിച്ചത്. ചായ കുടിക്കാം. കേട്ടോ, ചായ കുടിച്ചോ? ഞാൻ പറയാം. ഞാൻ പോയി അവൾക്ക് ഗിരിജയ്ക്ക് മുറുക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് പോട്ടെ. ഈ കപ്പ ഞാനും കൊണ്ടുപോവാ. ചായ കൊണ്ടുവരണോ? കൊണ്ടുവരണം. ചായ ഇട്ടോണ്ടേ ഇരുന്നു കേട്ടോ. ഞാൻ പോകും വരെ എനിക്ക് ചായ വീട്ടിൽ കൊണ്ടുവരണം. പൊടിയൊക്കെ ചേട്ടാ ഭാനുമതിയെ കണ്ടോ? കണ്ടു. ഒരു കാര്യം പറയട്ടെ. എന്തുവാ സംഗതി ഏറ്റപ്പയായി അത് ആന്നു. എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ നമ്മുടെ കൈ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോഴേ ഗിരിജയ്ക്ക് പാക്കും പറ്റും മേടിക്കാൻ പോണെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് വിലക്കണം, പോകണ്ടെന്നും പറഞ്ഞു. ആ മുഖഭാവം ഒന്ന് നോക്കണം. എനിക്ക് ആ ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യാനുള്ളതാ. മനസ്സിലായി? അപ്പൊ ചെന്നൊന്ന് നോക്കിയാണ്. ശ്രദ്ധിച്ചോണേ. പോകണ്ടെന്ന് പറയണ ഇല്ലയോ? വിലക്കേര് ബാക്കി ഞാൻ ഏറ്റു. എന്തോ അവിടെ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നു. എവിടെ പോവാ? ഞാൻ ഗിരിജയ്ക്ക് പാക്കും പറ്റാൻ പാക്കാൻ പോവാ. ഇവിടെ ഇരിപ്പുണ്ടല്ലോ പാക്കും പറ്റും. പിന്നെ എന്തിനാ എന്നാലും പിന്നെ ഞാൻ കൊണ്ട് അതെല്ലാം കരിഞ്ഞു തുടങ്ങിയത്. അത് വേണ്ട. ഇപ്പം പോകണ്ട. ഞാൻ കൊള്ളാം. ഇന്നലെ രാവിലെ കൂടി ഞാൻ പറഞ്ഞു ഇല്ലയോ ഇന്ന് ഞാൻ പോകും. ഇപ്പൊ എന്തോ ഒരു മനമാറ്റം, ഒരു സ്വരച്ചേർച്ചയില്ലായ്മ. പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. ഞാൻ പോകും. പോകണ്ടെന്നില്ലേ പറഞ്ഞു? ഞാൻ മൂർക്കാൻ വാങ്ങിക്കാൻ പോകുമെന്ന് പറഞ്ഞല്ലോ. പോകണ്ട. ഞാൻ പോകും. പോകണ്ട. വിടമാട്ടെ. നീ ഇപ്പൊ എന്നോട് എന്തുവാ പറഞ്ഞത്? എങ്ങും പോകണ്ടെന്നോ? ഞാൻ പോകും. ഇന്നേ ദുഃഖാസമേ ഞാന് ഇവിടെ ഇട്ട് വലിച്ചു കയറിന്റെ ഊപ്പാടി ഞാൻ പരിചയാണ്. ഈ ഭാനുമതി അത് ഞാൻ ചെയ്യും. ആഹാ എന്താ ഞാൻ പോകണ്ടെന്നില്ലയോ? നിന്റെ ഈ വടിയും കത്തിച്ച് ഗുളിയും കത്തിച്ച് നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊന്നിടുവേ. എന്തുവാ ഞാൻ കാണിച്ചത്? അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സ്മേടിച്ച് വെച്ച സാധനം നിങ്ങളെ കാണിക്കുവോ? കഴിഞ്ഞ വട്ടം ഉഷാള് കൂടെ റേഷൻ കട പോണെന്ന് പറഞ്ഞപ്പോ നീ വേറൊരു കസര അടിച്ചു പൊട്ടിച്ചവളാ. അതറിയാവോ? ചേട്ടാ ഞാൻ എന്തോ പറഞ്ഞു. എന്റെ ഭാനുമതി ഒന്നും പറഞ്ഞില്ല. എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. അല്ല നീ അഥവാ അങ്ങ് ചത്തു പോയാലേ നിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു തലമുറ വേണ്ടേ? ആ വായും തുറന്നേ. അതിന്റെ അകത്ത് ഒരു വർഷം പാക്ക് കിടക്കുന്നുണ്ടോ? അത് കടിച്ചു പൊട്ടിക്കാൻ ശേഷിയില്ല. എന്നിട്ട് പിന്നെ തലമുറ ഉണ്ടാക്കാൻ പോലും വെള്ളമല്ല. തലമുറയുടെ കാര്യം പറഞ്ഞോണ്ട് ഇവിടെ നയവിറക്കരുത്. ഞാൻ അകത്തോട്ട് പോവാ കേട്ടോ. ചായ വല്ലതും വേണോ? കൊണ്ടുപോവാ. ചായ കൊണ്ടുപോവാ. ആ പോക്കും മുടങ്ങി. അതും മുടങ്ങി. ഓരോ നാശങ്ങൾ ഒപ്പിച്ച് വെച്ചേക്കുന്നത് കണ്ടോ? ഇത് ആര് കൊടുക്കുന്ന ഈ പൈസയുടെ പിരിവൊക്കെ ഓരോന്ന് കാണിച്ചു വെച്ചേക്കുന്ന വേല. പൊടിയൻ ആരാ? ഞാൻ മേൽപ്പാലം. എന്താ ഇങ്ങോട്ട് വന്നേ? നമ്മുടെ ഇവിടെ എന്നെ ജോണിക്കുട്ടി പറഞ്ഞോണ്ടാ. ജോണിക്കുട്ടി പറഞ്ഞോണ്ടാ? ഇവിടെ എന്തോ ഒരു
എന്റെ പൊന്നു മേപ്പാടാ, ഞാൻ കണ്ടു കണ്ടോ? ഭാനുമതിയുടെ ദേഹത്ത് ഞാൻ കണ്ടത്. കണ്ടോ? കണ്ട്. അത് എങ്ങനെയെങ്കിലും മാറ്റി തരണം എനിക്ക്. ആ കാര്യം ഞാൻ ഇട്ടു, അതിനാ ഞാൻ വന്നത്. ആണോ? അതിന് തന്നെ ഞാൻ വന്നത്. പിന്നെ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ആ വടക്കോശത്തോട്ട് ഇരിക്കാം. ഇരിക്കാം. എവിടോട്ട് ഇരിക്കാം? പിന്നെ ആ ഹാളിൽ കിടക്കുന്ന 2 കസേര എടുത്ത് വെളിയിലിട്ടേ. എന്തിനാ? ഹാളിൽ അത്ര കൂടെ ഇടം കിട്ടുമല്ലോ. ഒരെണ്ണം പൊട്ടിച്ചോ? പൊട്ടിച്ച്. ഇനിയിപ്പോ എന്തോ ചെയ്യാന്ന് പറ. പിന്നെ ജോണിക്കുട്ടി വന്നിട്ട് എന്തോ പറഞ്ഞു? ജോണിക്കുട്ടി എന്റെ കൂട്ടുകാരനൊക്കെ അമേരിക്കയിൽ പഠിച്ചതൊക്കെയാ. സംഭവം ശരിയാ, ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു. ജോണിക്കുട്ടിയോ? ജോണിക്കുട്ടി. അങ്ങനെ പറയരുത്. ഞാനും ജോണിക്കുട്ടിയും കൂടെ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലാ പഠിച്ചത്. ജോണിക്കുട്ടി എന്റെ ജൂനിയർ ആയിരുന്നു. അവന് തനി രാവണൻ, കഴുത്തിന് ചുറ്റും നാക്കാ. ഒരു കഴുത്ത 10 തലയാ. അവന് ചന്ദനം തൊടുന്ന അവിടെ നിന്ന് ഇങ്ങനെ അറിയാമോ? അതിനെ പറ്റി അങ്ങനെ പറയുന്നത്. അത് തന്നെയല്ല, അവന്റെ പേരിൽ 3 പ്രബന്ധങ്ങളാ ഉള്ളത്. ഏതൊക്കെയാ? മൂത്ത പ്രബന്ധം അവനെ പറിച്ചു വെച്ചേക്കും. 2ാമത്തെ പ്രബന്ധം വെള്ളിക്കിന്റെ പണി. ഏറ്റവും ഇളയ പ്രബന്ധം 7ാം ക്ലാസ്സില്. ചില്ലറക്കാരനാണോ? നിങ്ങൾക്ക് പ്രബന്ധം ഒന്നും ഇല്ലയോ? ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രബന്ധവും ഇല്ല. പിന്നെ ചങ്ങനാശ്ശേരിയിൽ ഒരു പ്രബന്ധം. അത് ആദ്യത്തെ കേട്ടില്ല പ്രബന്ധം. ഓ, അത് ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഭാനുമതിയെ അവിടെ റെഡിയായി നിൽക്കുവാണോ? ഇപ്പഴും ബാധ ഉണ്ടല്ലോ. ഉണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മുറ കളിച്ച് കേറാൻ പറ. ഭാനുമതിയേ. അതല്ല, പിന്നെ ഞാൻ തുടങ്ങാം. തോം 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 ഒരു മുறை வந்து பார்த்தாயா തജം തജം തഗജം என் மனம் நீ அறிந்தாயோ തോം 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 മപസനിദ സസസ മമ മഗഗ സസസ തോം 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 മപസനിദ സസസ മമ മഗഗ സസസ തത്രിഗടതില്ലാന തഗതിൻ തരിഗടതില്ലാന തഗതിൻ തരിഗട ജേണുക ദിമിക ജേണുക ദിമിക തഗതിൻ തോം 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 മപസനിദ പമസാനിദ അങ്കനമാർ മൗലി മണി വലിച്ചു കേറ്റേ. തിങ്കളാസി രായൂസി നാഗവല്ലി മനോന്മണി. ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഇരിക്കാൻ കളത്തിലിരി. ഇരിക്കാൻ കളത്തിലിരിക്കാനാ പറഞ്ഞേ. അങ്ങോട്ട് മാറിക്കാൻ പൊടിയും കൊച്ചാട്ടാ. ഞാന് നീ പൊടിയും കൊച്ചാട്ടൻ നിന്നോടല്ല. പോ. ഞാന് നീ ഞാൻ താൻ പൊന്നമ്മ. പൊന്നമ്മയാ? അമ്മ പൊന്നമ്മയാ? എതുക്ക് വന്ന്? നിങ്ങളില്ലേ ആദ്യം വന്നേ? പോയ അവിടുന്ന്. എതുക്ക് വന്ന്? രക്തം കുടിക്കണം. രക്തം കുടിക്കണമാ? ആരെ കൊല്ലണം? എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ കൺട്രാക്റ്റിലെ ശങ്കരമേശ്വരിയെ കൊല്ലണം. ശങ്കരമേശ്വരിയെ കൊല്ലണോ? 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 ഒരു മിനിറ്റ്. കാലി സിമെന്റ് ഇരിക്കുമ്പോഴേ ഞാൻ തരീച്ചു മുട്ടുവാങ്ങാം. അങ്ങനെ ഉള്ളതാ. കാരണം ഇങ്ങനെ ഇരുന്ന് എനിക്ക് വലിയ പതിവില്ലല്ലോ. അങ്ങോട്ടാ തുടങ്ങിക്കോ. കൊല്ലണോ? കൊല്ലണം. കൊല്ലണം. ഒരു കാര്യം ചെയ്യ്, പൂ വാരി ഇട്ടോ. ഞാനും അവിടെ പോയി ഇരിക്കട്ടെ. അവിടെ ഇരിക്കരുത്, പൂ വാരി ഇടാൻ. ഒരു കാര്യം ചെയ്യണം. ഞാനൊരു ബൊമ്മയും കൊണ്ട് വരും. അതും വരുന്ന അതിന്റെ സൈഡിൽ കയറി കിടന്നോണം. വെട്ടാതെ തൊഴിഞ്ഞ് മാറിക്കോണം. മനസ്സിലായല്ലോ? ബാക്കി ഞാൻ ഏറ്റു. കോര 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 ജാട 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 കോര കോര കാര ദിൽമ ദാസ്കി നെറ്റി പംചരാ ഇതൊക്കെ സിൽമടാ ഇതൊക്കെ കൊണ്ട് 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 കേറിക്കോ 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 കേറിക്കോ. ഓ കോര കോര ജാട ജാട സൈഡിൽ കയറി കിടന്നോ. വെട്ട് വരുമ്പോ മാറിക്കണം കേട്ടോ. മാറിക്കണം. കോര 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 അത് വാള് 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 കോര കോര വാള താട വാള് താട. നിനക്ക് കൊല്ലണോ? കൊല്ലണം. കൊല്ലണോ? കൊല്ലണം. നിന്നെ ഞാൻ സഹായിക്കാം. സഹായിക്കട്ടെ. സഹായിക്കാം. ഇന്നാ വെട്ട് മാർമോഡിയൻസ് കീച്ച് 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 വെട്ട് വെട്ട് മതി. 3 വെട്ട് മതി. 3 വെട്ട് മതി. 3 വെട്ട് മതി. ഇതിന് മൂർച്ച വല്ലതും ഉണ്ടോ? മൂർച്ച ഇല്ലാത്തൊരു കുന്തം വന്നിട്ട് 3 വെട്ടില്ല എങ്ങനെ തീരുവത്? മതി. വെട്ടി ഒരു പരുവ് ആക്കിയല്ലേ. ഈ കയ്യും ഒക്കെ എടുക്കുന്ന അങ്ങോട്ടൊന്നും മാറുന്നില്ലേ നിങ്ങളൊന്നും? എന്താ എടുക്ക പറ ചെയ്യ. നിറഞ്ഞെന്ന് തോന്നുന്നു. നിറഞ്ഞെന്ന് തോന്നുന്നു. എന്തോ നോക്കി നിൽക്കുക. തമിഴത്തിൽ പോയി പോയോ? കുടിച്ചോട്ടെ. കൊണ്ട് കിടത്ത് കൊണ്ട് കിടത്ത്. അയ്യോ എന്തായാലും അത് മാറി കിട്ടിയല്ലോ. ഇതാരാ ഇവിടെ പൊട്ടിച്ചിട്ടേക്കുന്നേ? അയ്യോ ഞാനാ. ഒന്ന് കിടത്ത മടിയിലോട്ടാ കിടത്ത് മടിയിലോട്ടാ കിടത്തെ. ഏതായാലും രക്ഷപ്പെട്ടു കേട്ടോ. പൊടിയൻസേ
സംഗതി എല്ലാം പോയി, എല്ലാം മാറി. മാറിയോ? എല്ലാം ഇനി യാതൊരു കുഴപ്പമില്ല. ദൈവമേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതാരാ മീൻകറി കൂട്ടി എവിടെ? അല്ല കടന്നു ഇപ്പോൾ സംസാരിക്കുന്നത് ഭാനുമതി ആൻഡ് പൊന്നമ്മ. ഭാനുമതി യെസ് ഓർ നോ? യെസ്. യെസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആൻഡ് ആനിമൽ. ആനിമൽ. ഓക്കെ, അപ്പൊ എല്ലാം കഴിഞ്ഞു. മാറിയോ? മൊത്തം സാധനം മാറുന്നില്ല. കണ്ണ് തുറക്കട്ടെ. വാ, വാ. എന്റെ ദൈവമേ, നിങ്ങൾ എന്തിനാ സ്വാമി എന്നെ മുറിക്കകത്ത് വന്നിരിക്കുന്ന? ആ പൊടിയും കൊച്ചാങ്ങാണ്ട് കണ്ടു കഴിഞ്ഞാൽ അല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. അയ്യോ, ഇവിടെ അവിടെ ആള് തലത്തിരിപ്പുണ്ട്. അനുമതി അങ്ങോട്ട് മാറി ഇങ്ങ് തമിഴത്തിൽ പോയെന്ന് പറഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ കയറിയ കൊള്ളുവാ. അനുമതി, ഇതൊക്കെ കാണാം. അനുമതിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ. അതോടെ ഞാൻ പേരോട് അടിച്ചങ്ങ് മാറ്റി. അയ്യോ. അതാ ബാക്കി സമയം കിട്ടുമ്പോ പുള്ളിയെ കൊച്ചാട്ട ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ. പിന്നെ ഒരു കാര്യം, എന്തുവാ? ഞാൻ പോകുമ്പോ ആ ഗിരിജയെ കൂടെ ഞാനും കൊണ്ടുപോകും. പറയണ്ടേ? സണ്ണി അതിന് ഇവിടെ ഉണ്ടോ നിങ്ങൾ ഭാര്യ മക്കളൊക്കെ ഉള്ളയില്ലയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിർത്ത. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ ഓരോ കപ്പ് ചായ എടുത്ത് തരട്ടെ? അത് കൊള്ളാം. ഇത് കൊള്ളാം.